റബ്ബുലാലമനായ തമ്പുരാനെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇങ്ങനെയൊക്കെ തോന്നിക്കാൻ എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല, അഹമ്മദിയാ ചുട്ടടി അതിന് കൊടുക്കേണ്ടത്. ശാസിച്ചല്ല, സ്നേഹിച്ച ഞാൻ നിന്നെ വളർത്തിയത്. ആ വല്യമ്മാമയെ നീ പരീക്ഷിക്കുകയാണോ? ഈ മാളിയേക്കര കുടുംബത്തില് ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോ മുതല് നിന്റെ വല്യമാമ ഉരുകി ഉരുകി തീരുക. അതറിയോ അനക്ക്? എന്റെ ജമാലങ്ങനെ അറിഞ്ഞ എന്ത് പുകിലായിരിക്കും നടക്കുക? എന്തിനാണ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കണത്? കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങിയ പാടം പോലെയായി. ഇവന് കിട്ടിയ തല്ല് ഒന്നൊരു താക്കീതാണ്. അല്ല, ഓൻ നിരപരാധിയാ. സത്യം പറഞ്ഞ ഓൻ ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്. പന്നി ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിക്കാസും കട്ടപ്പാരിയായിട്ട് ഓന്റെ ജോലിക്കാര് കൊല്ലാൻ ഒങ്ങിയപ്പോ ഓൻ ഒറ്റൊരുത്തൻ തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കി കിട്ടിയത്. എന്റെ സ്റ്റെബിലൈസറിന് അടി കിട്ടിയത്. പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരനാ. ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ച് തീർക്കല്ലേ. ഇനി വർഗീയത വെച്ച് കളിച്ചാലേ ഓനൊരു പാഠം പഠിക്കും. വാളെടുക്കാൻ വരട്ടെ. രണ്ട് കൈ മുട്ടിയാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഇവള് ഒരു കാരണക്കാരിയല്ലേ. എന്താ മോളെ നിന്റെ ഉദ്ദേശം? നീ ആഗ്രഹിച്ചതൊക്കെ ഈ വല്യമ്മാമ നടത്തി തന്നിട്ടില്ലേ? പക്ഷെ ഇപ്പോ ഈ അരുതാത്തതൊക്കെ ആഗ്രഹിച്ച വാങ്ക് വിളി കേൾക്കണ ഈ തറവാട്ടില് ഇനി എല്ലാരും സംകൂതേണ്ടി വരും. അതിന് യോഗം ഉണ്ടാകൂല. ശങ്കൂതന്റെ ചങ്ക് ജമാല് കൊണ്ടുപോകും. നമ്മളൊരു കാര്യം പറയാം. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയ ബിരിയാണിയിൽ വിഷം ഒഴിച്ച് തിന്ന് നമ്മ ശത്ത് കളയും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? കൊച്ചുനാളിൽ എനിക്ക് അരക്കൽ ബിബിയുടെ കഥ പറഞ്ഞു തന്നത് വല്യമ്മയായിരുന്നില്ലേ? കഥയായാലും കാര്യമായാലും വല്യമ്മ പറഞ്ഞത് മാത്രം കേട്ട് വളർന്നോളാം ഞാൻ. വല്യമ്മ പറയുന്നതേ അനുസരിച്ചിട്ടുള്ളൂ. പണ്ട് പണ്ട് അങ്ങ് വടക്ക് ഏഴുമല കോലത്തെ രണ്ട് തമ്പുരാട്ടിമാർ പുഴയിൽ കുളിക്കാൻ പോയി. കുളിച്ചുകൊണ്ടിരുന്നപ്പോ മൂത്ത തമ്പുരാട്ടി ഒഴുക്കിൽപ്പെട്ടു. അപ്പുറത്തെ കടവിൽ കുളിച്ചോണ്ട് നിന്നിരുന്ന ഒരു മുസൽമാൻ നിലവിളി കേട്ട് ഓടി വന്ന് തമ്പുരാട്ടിയെ രക്ഷിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒഴുക്കിൽ ഉടുതുണി നഷ്ടപ്പെട്ട ആ തമ്പുരാട്ടി കരയിൽ കയറാനാവാതെ കഴുത്തോളം വെള്ളത്തിൽ ആ പുഴയിൽ തന്നെ അങ്ങനെ നിന്നു. എന്നിട്ടോ തമ്പുരാട്ടിക്ക് നാണം മറയ്ക്കാൻ തന്റെ രണ്ടാം മുണ്ട് ആ മുഹമ്മദീയൻ ദാനമായി നൽകി. പക്ഷേ കരക്കാരും കുടുംബക്കാരും ആ വാർത്ത കേട്ട് ഞെട്ടി. ഒപ്പം നാട് ഭരിക്കുന്ന കോലോത്തിരി രാജാവും. ആ മുസൽമാനെ രാജാവ് കൊന്ന വല്യമ്മ. അതാണ് രാജാവിന്റെ വലിയ മനസ്സ്. മാനവും ജീവനും രക്ഷിച്ച മുസൽമാനെ ഭർത്താവായി വേണമെന്ന് തമ്പുരാട്ടി പറഞ്ഞപ്പോ രാജാവ് തന്നെ നിക്കാഹം നടത്തിക്കൊടുത്തു. അരക്കൽ കൊട്ടാരവും പണിതു കൊടുത്തു. ലക്ഷ്യമോക്ക് കഥ ഇഷ്ടമായോ? എന്താ കിനാവ് കാണുക? അപ്പുറത്ത് ഇനിയും ബഹളം തീർന്നിട്ടില്ല. ഇപ്പൊ എന്റെ പേരിലെ കുറ്റം. ഞാൻ അത്ര നിന്നെ ചീത്തയാക്കിയത്. എല്ലാവരുടെയും ഔദാര്യത്തിൽ കഴിയുന്നവളായതുകൊണ്ട് ഞാനായിട്ട് ഒന്നും മിണ്ടാനും പോയില്ല. ഗീതയും ഖുറാനും കൂടെ ഒരു തുണി തുന്നിച്ചേർക്കാൻ പറ്റുമോ? ചന്ദ്രനിന്ന് മനുഷ്യൻ ചൊവ്വയിലെത്തി. അവിടെ ലക്ഷറി ഫ്ലാറ്റിനുള്ള ഫൗണ്ടേഷൻ ഇട്ട് തിരിച്ചു വന്നിരിക്കുക. അപ്പോഴ അച്ഛന്റെ ജാതി മതവും. നിന്റെ ഈ കൺസ്ട്രക്ഷൻ ഭാഷ എന്നെ ഉപയോഗിച്ചാണല്ലോ. ഇത് കണ്ടോ അമ്മേ? അച്ഛൻ ഇപ്പോഴാ പഴയ സ്കൂൾ വാദിയര് തന്നെയാ. അച്ഛാ, ഇതൊരു ഹൈടെക് യുഗമാണ് അല്ലേ അമ്മേ? അച്ഛൻ പറയുന്നത് ശരിയാ. എനിക്കെന്തോ പേടി തോന്നുന്നു. നമുക്കിതൊന്നും വേണ്ട മോനെ. എടാ, ഇപ്പോഴാണേ നിങ്ങൾ രണ്ടുപേര് കരഞ്ഞാ മതി. ഇങ്ങനെ വാശി പിടിച്ചാ പിന്നെ വേറെ പലരും കരേണ്ടി വരും. അറിയോ, അവരത്ര ലാളിച്ചു വളർത്തുന്ന കുട്ടിയാത്. എന്റെ മോൻ നാട്ടുകാരുടെ തല്ലുകൊണ്ട് അകാലചരമം പ്രാപിക്കാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ 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 എന്താന്ന് പറയുന്നത്? ഇതിന്ന് പിന്തിരിയ. പക്ഷേ ഇനി പിന്തിരിയാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്തുകൊണ്ട്? മനസ്സുകൊണ്ട് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി. എടാ, മനസ്സ് നിന്റെ അല്ലേ, നിനക്ക് നിയന്ത്രിച്ചൂടെ? മനസ്സ് എന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ അതെന്റെ ശമ്പളക്കാരനൊന്നല്ലോ. ശമ്പളക്കാരനൊന്നല്ലോ എന്ന് ആണോ? അത് അല്ല പിന്നെ. ഇവൻ എന്തായി പറഞ്ഞേ? ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടൊന്നും കാര്യമില്ല.
ഇനിയിപ്പോ തന്റെ അടുത്തോടുകൂടി നിക്ക അത്ര തന്നെ. മറ്റാരും എനിക്ക് പ്രശ്നമല്ല. വല്യമ്മയുടെ മനസ്സ് വേദനിച്ച് കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. വല്യമ്മയെ വേദനിപ്പിക്കാനും പറ്റില്ല, സ്നേഹിച്ച ചെറുക്കനെ മറക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാ പറ്റുവോ? പറഞ്ഞു നാവെടുത്തില്ല. ദേ പ്രതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തട്ടം തലയിൽ ഇട്ടപ്പോഴാ മാളേക്കിലെ നച്ചിത്താത്തയായത്. എന്തേ മൂത്തൊരു വല്ലായ്മ? എനിക്കെന്തോ പേടി തോന്നുന്നു. എന്റെ നബീസു, ബിൽഡിംഗ് റോൾ എല്ലാം നോക്കിയിട്ട് കെട്ടിടം പണിയാന്ന് വിചാരിച്ച് നടക്കോ? ആദ്യം കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഈ കെട്ടിടം പണിയുന്നു. ഞാൻ പോട്ടെ നബീസു, നിങ്ങൾ സംസാരിക്കേ. അതെ, അതാ എന്റെ ശരി. പേടിക്കണ്ടെന്നേ, അപ്രൂവൽ നമുക്ക് പിന്നെ വാങ്ങിച്ചെടുക്കാം. ബിൽഡിംഗ് റൂൾ എക്സംഷൻ സർക്കാർ പോലും അനുവദിച്ചിട്ടുള്ളതാ. നിങ്ങൾ പറയണതൊന്നും ഉമ്മക്ക് മനസ്സിലാവണില്ല. ഈ കോളേജ് കുമാരിയുടെ ഗ്രൂപ്പ് ഏതാ? സെക്കൻഡ്. അപ്പൊ സസ്യോളജി അല്ലെങ്കിൽ ജന്തുവോളജി. ഗാന്ധിജി അറിയോ? എന്തിനാ? അല്ല, പരിചയപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വീരശൂര പരാക്രമികളായ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? തോക്ക് ചൂണ്ടിയിട്ടല്ല, പട്ടിണി കിടന്ന്. അതുപോലെ നമുക്കും ഒരു തോക്കില യുദ്ധം ആരംഭിക്കാം. എന്നുവെച്ചാ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യയോ? അതെ, ഒരാത്മഹത്യാ ഭീഷണി. ജാതിയും മതമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ. അവരെ വരട്ടാൻ വേണ്ടി ഒരു തന്ത്രം. വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സ്റ്റൂള് തെറ്റി. ഓ അത് ശരി, ആത്മഹത്യാശ്രമം. കൊള്ളാം. ഇട കഴുതേ, ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കുമോ? ഇന്ത്യ ആണവരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത്. ഹൈടെക്. ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാവൂടാ? എടാ, ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ടെ പിടിക്കുക. ഇനി ഇതൊന്നുമല്ല, വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്, ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും. കോക്കറി കാണിക്കല്ലേ. മനുഷ്യനോട് നടുവും തല്ലി വീണ് ചാവാറായിട്ട് നിൽക്കുമ്പോഴാ മാതമാച്ചൊരു പഠിച്ച തമാശ. അല്ല, നീ എന്തിനാ ഇത് ഇവിടെ തൂക്കിയത്? നിന്റെ മുറിയിലാവായിരുന്നില്ലേ? അവിടെ ആവുമ്പോ ആരും അറിയില്ല. അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല. അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല. അച്ഛനും മോനും വീണ്ടും തുടങ്ങിയോ? കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക്? അയ്യോ, എന്താ ഇത്? നീ എന്തിനാ ഈ കുറുക്കിട്ടത്? ചുമ്മാ ചുമ്മാതല്ല, നമ്മുടെ മോന് ഈ ഇടയായിട്ട് വേണ്ടാത്ത എന്തൊക്കെയോ തോന്നി തുടങ്ങി. കൂടോത്ര അറിയുന്ന മുസ്ലിംമാരപ്പുറത്ത്. അവരെന്തെങ്കിലും ചെയ്ത് കാണോ? ഇടി കുട്ടിച്ചാത്തൻ ആരെങ്കിലും കൂടോത്രം ചെയ്യുവോ? എന്റെ ദേവി, ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ തലയിലാവുന്ന കരുതി സ്വന്തം കുടുംബക്കാർ പോലെ ഇട്ടെറിഞ്ഞു പോയതാ നമ്മളെ. എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി. ഇനി ആ വീടിന്റെ കടം കൂടി തീർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ. എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ? ഒരിക്കലും ഈ എത്തിയെ പോലെ ആവരുത്. നീ എങ്ങനെ രക്ഷപ്പെടണം. ആ ഗ്ലാസിങ് എടുത്തു തരുമോ? എന്താ ഇത്? എന്തിനാ ഇത്? ആവശ്യമുണ്ട്. എന്താ ഇത്? മൂട്ടവിഷം. എന്റെ റബ്ബേ, എന്തിനാ ഇപ്പൊ മൂട്ടവിഷം? മൂട്ടയെ കൊല്ലാൻ. അതിനീ പോരയിലെ മൂട്ടയില്ലല്ലോ. എന്റെ പടച്ചോനെ, വല്ല ഇബിലിസോ ജിന്നോ എന്റെ മോളുടെ മേത്ത് കൂടിയാ. നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചെന്ന് പറയാൻ? എന്താ മോളെ ഇത്? ഓള് ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നോ എന്റെ പേടി. എത്ര നേരം ഒന്ന് വെച്ചിട്ടാ കാവലിരിക്കുക? പിന്നിപ്പോ എന്താ ചെയ്യുക? അരുതാത്ത ബന്ധത്തിന് സമ്മതം മൂളാനോ? ഓളിപ്പോ എന്തെടുക്കുക? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി വിഷം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതിന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാലൂട്ടി തീറ്റിച്ചത്. വിഷം അകത്ത് എന്നാലും ചാവാത്ത ചെയ്താനായത് വിശ്വസിച്ചൂടാ.
ഹലോ, അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? വല്യമ്മാമയും കുഞ്ഞമ്മാമയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഏറ്റു. ആഹാ, ഇവിടെ ചീറ്റി. പക്ഷേ ഇതിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്താ അത്? അച്ഛൻ 100% എന്റെ അച്ഛൻ തന്നെയാ. ഒരു കലർപ്പുമില്ല. എന്റെ തങ്കപ്പേട്ട, മനുഷ്യന്റെ സ്ഥിതിയല്ലേ തങ്കപ്പേട്ട. നമുക്കിനി എന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. മരണത്തിന്റെ അവസരമല്ലേ തങ്കപ്പേട്ട. വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്ന് നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ട? അല്ല, തങ്കപ്പേട്ട. തങ്കപ്പേട്ടനോ? അതെ, വേറൊന്നുമല്ല. എന്റെ തങ്കപ്പേട്ട, ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയായിരിക്കും ഇത്. ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔദാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല തങ്കപ്പേട്ട. ഉണ്ടോ തങ്കപ്പേട്ട? എന്താ തങ്കപ്പേട്ട? എന്താ ജസ്റ്റ് എ മിനിറ്റ്. എന്താ ഇത്? കണ്ണൻ കെയർ ഓഫ് മാധവ് നായർ. അയ്യേ, ഇതെന്റെ അഡ്രസ് അല്ലേ? അതെ. എന്തിനത്? എടാ, മനുഷ്യന്റെ കാര്യമല്ലേ. ആ. ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനും ആണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ. എപ്പോഴും പോക്കറ്റ് വെച്ചു. തങ്കപ്പേട്ട സംസാരിച്ചോ? സംസാരിച്ചോ? തങ്കപ്പേട്ട, അതും ചീറ്റി. വലിയ സൂത്രക്കാരിയായി പോയി അല്ലേ? വളർന്നു, നമ്മുടെ മോൾ ഒരുപാട് വളർന്നു. ഈ മാമന്മാരെയും പെറ്റുമ്മയും കോമാളികളാക്കുന്ന പാകത്തിൽ നീ വളർന്നു. പേടിപ്പിച്ച കാര്യം നടക്കുന്നു ഓൻ എന്നെ ഉപദേശിച്ചു അല്ലേ? ഇങ്ങനെ കള്ളം കാണിക്കാൻ നീ എവിടുന്ന് പഠിച്ചു? വല്യമ്മ, മിണ്ടിപ്പോകരുത്. നിന്റെ നെഞ്ചിൽ ജീവനുള്ളിടത്തോളം കാലം നിന്റെ മനസ്സിലെ മോഹം നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇക്കാതിനെ ഓടം വെക്കിട്ട് കയറണത് ഈ പുലിവാലിനെല്ലാം കാരണം കള്ള ഹിമാറല്ലേ. ഓനിട്ട് 2 പടപടയ്ക്കണം. ശരിയാ, ആ ചെക്കനെ ഇവിടുന്ന് അടിച്ച് ഓടിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ. തീർക്കാം. ഇപ്പോ ഈ നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം. പാടാ ഹാജിക്ക, എല്ലാം ആലോചിച്ചിട്ട് പോരെ, വെറുതെ എടുത്തിയാർന്നോ? അനക്കിതിൽ കാര്യമില്ല. ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ഈ ആരാടാ ഇതൊക്കെ പറയാൻ? സ്വന്തം വർഗത്തിനോട് കൂറില്ലാത്ത കള്ള ഹിമാർ. മാറിക്കട വല്ലാലെ പോ. പാടാ. ഉമ്മ, അവരോട് അങ്ങോട്ട് പോണ്ടെന്ന് പറയുമ്മ. ഇല്ല, നീ ഒരുത്തി അതിനെല്ലാം കാരണം. ഇന്നത്തെ കൊണ്ട് ഓന്റെ എപ്പിസോഡ് അവസാനിപ്പിക്കണം. എന്താ എന്നോട്ട് ഈ കാണിച്ചത്? ഈ ഉമ്മയോട് നീ എങ്ങനെയാണോ മോളെ വാശി തീർക്കുന്നത്? എന്റെ പടശോനെ, ഈ സമയം കളയാതെ അവരെ ഇങ്ങോട്ട് വിളിക്കേ. എന്താ? എന്തു പറ്റി? എന്താ മോളെ ഇത്? ഞാനൊരു സൂത്രക്കാരിയല്ല വല്യമ്മ, ആരെയും കോമാളിയാക്കാനും അല്ല. എനിക്ക് അയാളെ ഇഷ്ടാണ്, അത്രയ്ക്ക് ഇഷ്ടാണ്. മരിച്ചു കാണിച്ചാലെങ്കിലും വിശ്വസിക്കുമല്ലോ. മോളെ, മോളെ. നബീസു, നബീസു, നബീസു. 8ഉം പൊട്ടും തിരിയാത്ത പെണ്ണിന് ബാൻഡാത്തൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ഈ സ്ഥിതിയിലാക്കിയിട്ട് ഇപ്പൊ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞുമമ്മദേ, ബഹളം വേണ്ട. ആശുപത്രിയായത്. ഒന്ന് സ്നേഹിച്ചു പോയതിന് ഇത്രക്കേറെ ശിക്ഷിക്കണായിരുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ ഈയാണ്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒറ്റണത്തിന് ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. കണ്ണ വേണ്ട, ഒന്നിച്ച് ജീവിക്കാനല്ലേ നിങ്ങളുടെ മതത്തിന്റെയൊക്കെ സമ്മതം വേണ്ടു. ഒന്നിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. അറിയോ, പുഴയെ കിടന്ന് ജീവന് വേണ്ടി നിലവിളിച്ചപ്പോ ജാതി മതം നോക്കാതെ എന്റെ മോൻ അവളെ രക്ഷിച്ചത്. ഇപ്പൊ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അവളെ ഈ അവസ്ഥയിലാക്കി. അവളുടെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ മോന് കൊടുത്തൂടെ? ദാനമായിട്ടെങ്കിലും.
സ്നേഹിച്ചതിന്റെ പേരിൽ ഒന്നിനെ കുരുതി കൊടുത്തു വന്നവരാണ് ഈ അച്ഛനും അമ്മയും. ഇനി ഒന്നേ ഉള്ളൂ, അതിനെ കൂടെ ഹായ്, കണ്ടില്ലേ പ്രമാണിമാര് പള്ളിയും പടച്ചോനും വെച്ച് പുളിച്ചപ്പാട്ട് അടിക്കുന്ന ജാതികളാ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുമക്കാന്റെ ആൾക്കാരെന്നെ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. എല്ലാവർക്കും ഇരിക്കാം. എന്റെ ഉപ്പൂപ്പാന്റെ പ്രായണ്ട്. ഹായ്, എന്നെ തല്ലു വിളിച്ചമാര് ഇവരും തല്ലു വിളിക്കാൻ കൂടെ കൊണ്ടെടുക്കാനാ. മുണ്ടാണ്ടിരിടാ, ഇത് നമ്മടെ കുടുംബ പ്രശ്നമാണ്. നമ്മൾ ചിലതൊക്കെ കേട്ട് അതൊന്ന് നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ കേട്ടതൊക്കെ നേരാ. എന്റെ ജമാലങ്ങാനത് അറിഞ്ഞാ ഇവിടെ കൊല നടക്കും. ജയിലിൽ കിടക്കുന്നോണ്ട് ജമാലിക്ക് അറിയുന്ന പേടിക്കണ്ട. അപ്പോ ഇസ്ലാമിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഓളുടെ നിക്കാഹ് നടത്തി കൊടുക്കാനുള്ള പുറപ്പാടിലാണ് അല്ലേ? ഈ തറവാട്ടിലെ ആകെയുള്ള സമ്പത്താണ് നഫീസു. പക്ഷെ ഓള് മരണം കൊണ്ട് നമ്മളെയൊക്കെ വെല്ലുവിളിക്കുമ്പോ ഞാൻ എന്താ ചെയ്യുക? നിങ്ങള് പറ, ഞാൻ എന്താ വേണ്ടത്? മുസ്ലിയാരുടെ കുന്തം ചാച്ചും വെക്കാൻ ചരിച്ചും വെക്കാന്ന് പറഞ്ഞവരായല്ലോ എന്റെ ഇക്കാന്റെ സ്ഥിതി. മറ്റൊരുത്തിന്റെ ചുണ്ടിൽ ആനന്ദത്തിന്റെ പുഞ്ചിരി വിടർത്തുന്ന ഏതൊരു കർമ്മവും സൽപ്രവൃത്തിയാണെന്നാ പ്രവാചകനായ നബി പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരുത്തന്റെ തല പോണ കാര്യമാണെങ്കിലാ. അതുണ്ടല്ലോ കുഞ്ഞുമക്ക, ശരീരശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ നാക്ക് ശരിയല്ലെങ്കിൽ പല്ല് പോവും, നമ്മുടെ നോക്കി ശരിയല്ലെങ്കിൽ മോന്തയുടെ ഷേപ്പ് മാറും, പ്രവൃത്തി ശരിയല്ലെങ്കിൽ ചിലപ്പോ തല തന്നെ പോയിരിക്കും. എന്നോട് മുണ്ടാണ്ടിരിക്കാനാണ് പറയണത്. ഈ ഒരു മുസൽമാനാണോടാ? ഹായ്, അതിൽ തൊട്ട് കളിക്കരുതേ. പണം പലിശയ്ക്ക് കൊടുക്കുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. മുസ്ലിം പ്രമാണിമാരെന്നെ പറ. അബ്കാരി കച്ചവടത്തിൽ ബിനാമി പണി ചെയ്യുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അച്ചാരം കിട്ടിയാൽ അമ്മായിനെ കെട്ടുന്നത് ഇസ്ലാമിന് ചേർന്നതാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുമക്ക, ഈ മുസൽമാനെ ഉറുക്കട്ട നോക്കണ്ടേട്ടാ. ഹായ്, പ്രവാചകന് കള്ളായും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിതാബിലും കാണും പലതും. അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിക്കാഹ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല, സമുദായത്തിന് കൂടി പ്രശ്നമാണ്. സമുദായത്തെ ധിക്കരിക്കുന്നത് ഹാജിയാരാണെങ്കിലും ശരി, നടപടി എടുക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. ഇക്കയെ പോലെ തന്നെ ഇമ്മള് ഓളുടെ ഒരു അമ്മാവനാ. ഇക്കാര്യത്തിൽ സ്വന്തം ബന്ധമൊന്നും ഇമ്മള് നോക്കൂല. സമുദായത്തിന്റെ തീരുമാനമാണ് ഞമ്മടെയും തീരുമാനം. അല്ല പിന്നെ കുഞ്ഞമ്മത് പറഞ്ഞതാ എന്റെ ശരി. മതത്തെയും ആചാരത്തെയും എതിർക്കുന്നതല്ല. എതിർത്താൽ ഈ തറവാട്ടിലൊരു ദുരന്തം. അറിഞ്ഞുകൊണ്ടൊരു തീരാദുഃഖം ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്ത് എനിക്കില്ല. ഓർക്കൊരുമിച്ചാലേ പറ്റുള്ളൂവെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, ഓൻ ഇസ്ലാമാകണം. ഈ നാട്ടിലെ ഇസ്ലാമികളെ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഹാജിയാർ. ആ ഹാജിയാരുടെ കുട്ടിയെ ഒരു ഇന്ത്യച്ചക്കൻ തട്ടിക്കൊണ്ട് പോവാന്ന് വെച്ചാ ഓന്റെ വീട് നമ്മൾ ചുട്ടുകരിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും ഒരു ഇസ്ലാമിന്റെ നിയമത്തിലും പറഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. ഇസ്ലാം ആവണമെന്ന് പറയുമ്പോ തന്നെ ഓൻ ഈ ബന്ധം വിട്ട് വേറെ പെണ്ണിനെ നോക്കുള്ളൂ. അടയും ചക്കരയും പോലെ അല്ലേ? ഒന്നിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓ മതം മാറി നമ്മടെ ജാതി ചേരട്ടെ. ഞാൻ റെഡി. നബീസുവിന് വേണ്ടി മതമല്ല തലവര മാറ്റാൻ ഞാൻ റെഡിയാ. എടാ കള്ള ഹിമാറെ, നീ തന്ത്രം പറഞ്ഞ് മുസ്ലിം പെണ്ണിനെ തട്ടിക്കൊണ്ടൂല്ലേ? മുസൽമാന്റെ കയ്യൊക്കെ നീ കണ്ടിട്ടില്ല. മാറി നിൽക്ക്. വീട്ടിൽ വരുന്നവരെ അപമാനിക്കരുത്. അല്ലൊക്കെ ഇക്കാര്യത്തില് മിണ്ടിപ്പോകരുത്. ബഹളം ഉണ്ടാക്കാനാണോ നീ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്നിപ്പോ ബഹളം ഉണ്ടാക്കിയത് അവനല്ലേ? ഞാൻ ബഹളം ഉണ്ടാക്കാനോ ആരെയും തട്ടിക്കൊണ്ടുപോകാനോ വന്നോന്നല്ല. നിങ്ങൾ പറയുന്ന ഏത് നിയമം അനുസരിച്ച് ഞാൻ